നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇപ്പോൾ ഒരു ഭരണമാറ്റത്തിന്റെ കാറ്റുവീശുകയാണ്. കളിക്കളത്തിലെ പ്രകടനത്തെക്കാൾ ഉപരിയായി ആര് ടീമിനെ നയിക്കും എന്നതിനെ ചൊല്ലി സെലക്ടർമാരും കോച്ചുമാരും തമ്മിലുള്ള ചർച്ചകൾ മുറുകുകയാണ്. അജിത് അഗാർക്കറുടെ ചീഫ് സെലക്ടർ സ്ഥാനത്തെ കാലാവധി നീട്ടിക്കൊടുത്തതും ഗൌതം ഗംഭീർ 2028 വരെ ഇന്ത്യൻ ടീമിന്റെ പരിശീലകനായി തുടരുമെന്ന വാർത്തകളും പുറത്തുവന്നതോടെ 2020 നായകസ്ഥാനത്തെക്കുറിച്ചുള്ള ചിത്രം കൂടുതൽ സങ്കീർണമാകുകയാണ്. മലയാളി താരം സഞ്ജു സാംസണെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അത്ര ശുഭകരമല്ല എന്നാണ് സൂചനകൾ. സഞ്ജുവിന്റെ ബാറ്റിംഗ് മികവിൽ ആർക്കും തർക്കമില്ലെങ്കിലും ഒരു നായകനെന്ന നിലയിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ അജിത് അഗാർക്കർ തയ്യാറല്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. IPL-ൽ രാജസ്ഥാൻ റോയൽസിനെ മികച്ച രീതിയിൽ നയിച്ച സഞ്ജുവിനെ ഇന്ത്യൻ 2020 ടീമിന്റെ നായകസ്ഥാനത്തേക്ക് പരിഗണിക്കാൻ അഗാർക്കർക്ക് താൽപര്യമില്ലെന്നാണ് പറയപ്പെടുന്നത്. സഞ്ജുവിന്റെ നേതൃത്വ പാഠവത്തെക്കാൾ ഉപരിയായി അദ്ദേഹത്തിന്റെ സ്ഥിരതയില്ലായ്മയാണ് സെലക്ടർമാർ ആയുധമാക്കുന്നത്. സഞ്ജുവിനെ ഒരു മികച്ച കളിക്കാരനായി കാണുന്നുണ്ടെങ്കിലും ടീമിനെ നയിക്കാൻ ആവശ്യമായ വിശ്വസ്തത അദ്ദേഹം ഗാർക്കറുടെ കണ്ണിൽ നേടിയിട്ടില്ല. മറുവശത്ത് KKR-നെ കിരീടത്തിലേക്ക് നയിച്ച ശ്രേയസ് അയ്യരുടെ അവസ്ഥയും സമാനമാണ്. ഗൌതം ഗംഭീർ IPL-ൽ ശ്രേയസിനൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ ടീമിന്റെ നായകനായി ശ്രേയസിനെ വാഴിക്കാൻ ഗംഭീറിന് താൽപര്യമില്ലെന്നാണ് സൂചന. അയ്യരുടെ ബാറ്റിംഗ് ശൈലിയോടുള്ള വിയോജിപ്പും ഷോർട്ട് ബോൾ നേരിടുന്നതിലെ പോരായ്മകളും ഗംഭീറിനെ പിന്നോട്ട് വലിക്കുന്നു. നായകസ്ഥാനത്തേക്ക് ശ്രേയസിനെ പരിഗണിക്കുന്നതിനേക്കാൾ മറ്റു ഓപ്ഷനുകൾ തേടാനാണ് ഗംഭീർ ഇഷ്ടപ്പെടുന്നത്. സഞ്ജുവിനെയും അയ്യരെയും മാറ്റി നിർത്തിക്കൊണ്ട് അഗാർക്കറും ഗംഭീറും ഒരേപോലെ ഉറ്റുനോക്കുന്നത് സൂര്യകുമാർ യാദവിലേക്കാണ്. 2020 ഫോർമാറ്റിലെ ലോക 1-ാം നമ്പർ താരം എന്നതിലുപരി ടീമിനെ മുന്നിൽ നിന്ന് നയിക്കാൻ സൂര്യയ്ക്ക് സാധിക്കുമെന്ന് ഇരുവരും വിശ്വസിക്കുന്നു. ഹാർദിക് പാണ്ഡ്യയുടെ പരിക്കുകൾ വില്ലനാകുന്ന സാഹചര്യത്തിൽ സൂര്യകുമാർ യാദവിനെ തന്നെ സ്ഥിരം നായകനാക്കാൻ BCCI-ൽ സമ്മർദ്ദമുണ്ട്. ഇനി അഥവാ ഒരു യുവതാരത്തെ നായകസ്ഥാനത്തേക്ക് വളർത്തിക്കൊണ്ടുവരണമെങ്കിൽ ഗൌതം ഗംഭീറിന്റെയും അഗാർക്കറുടെയും ലിസ്റ്റിൽ ഒന്നാമൻ ശുഭ്മാൻ ഗില്ലയാണ്. ഭാവിയിലെ സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗില്ലിനെ 2020 നായകനായി പരുവപ്പെടുത്തുക എന്ന ദൌത്യം BCCI ഏറ്റെടുത്തേക്കും. ഗില്ലിന്റെ ക്ലാസ് ബാറ്റിംഗും ശാന്തമായ പെരുമാറ്റവും സെലക്ടർമാരെ ആകർഷിക്കുന്നു. നായകസ്ഥാനം പോയിട്ട് ടീമിൽ ഒരു സ്ഥിരസ്ഥാനം പോലും സഞ്ജുവിന് ലഭിക്കുമോ എന്ന ആശങ്കയിലാണ് ആരാധകർ. സെലക്ടർമാരുടെ ഈ പുതിയ നിലപാടുകൾ സഞ്ജുവിനെ പോലെയുള്ള സീനിയർ താരങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ്. ഗംഭീർ അഗാർക്കർ സഖ്യം ടീമിൽ കൊണ്ടുവരുന്ന ഈ അഴിച്ചുപണി ഇന്ത്യൻ ക്രിക്കറ്റിലെ പല വൻമരങ്ങളെയും കടപുഴകിയേക്കാം. സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിനെ നയിക്കാൻ യോഗ്യനാണോ? സൂര്യകുമാർ യാദവോ അതോ ശുഭ്മാൻ ഗില്ലോ നായകനാകേണ്ടത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. കൂടുതൽ ക്രിക്കറ്റ് വിശകലനങ്ങൾക്കായി സ്പോർട്സ് പിച്ച് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്